ഹായ് എവരി വൺ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് BBAയുടെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസും ഒപ്പീനിയനും എല്ലാം എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. BBAയുടെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാം. നമ്മുടെ സിലബസ് പ്രകാരം നോക്കുകയാണെന്ന് വെച്ചാൽ 50 ഇതാണ് തിയറി ആൻഡ് പ്രോബ്ലം എന്ന് പറയുന്നത്. ധാരാളമായിട്ട് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. സോ നമുക്ക് പ്രോബ്ലം അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, തിയറി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറേ പ്രോബ്ലംസ് നമുക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ സെക്കൻഡ് പാർട്ടിൽ ധാരാളം ചോദിക്കാറുണ്ട്. ദെൻ ലാസ്റ്റ് പോർഷനിലും എസ്സേയിലും ക്വസ്റ്റ്യൻസ് 2 പ്രോബ്ലം എന്തായാലും വരാറുണ്ട്. അപ്പോൾ ഇതിൽ മൊഡ്യൂൾ 1 പഠിക്കുകയാണെങ്കിൽ ഷോർട്ട് എന്ന് കൊടുത്തിട്ടുള്ള 2 മാർക്സ് ആണ് എസ്സേ, ദെൻ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്. ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്താണെന്ന് പഠിക്കുക. കൂടാതെ എസ്സേ ആയിട്ട് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അതിൻ്റെ സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്. തിയറി ആയിട്ട് വരുവാണെങ്കിൽ എസ്സേ അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഫൈനാൻസ് ഒരു പ്രാവശ്യം ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഫങ്ഷണൽ ഏരിയാസ് ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഓർ ഫങ്ഷൻസ് ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഇതെല്ലാം പാരഗ്രാഫ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് പോർഷനിൽ ചോദിച്ചിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ മൊഡ്യൂളിൽ വരുവാണെങ്കിൽ രണ്ടാമത്തെ മൊഡ്യൂൾ മുതൽ അങ്ങോട്ട് ക്വസ്റ്റ്യൻ്റെ നിരയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് നോക്കുകയാണെങ്കിൽ. അതായത് അതിലെ 2, 3, 4 നന്നായിട്ട് 5 ധാരാളം എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ കവർ ചെയ്തിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. നന്നായിട്ട് ശ്രദ്ധിച്ച് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക കേട്ടോ. അപ്പോൾ തിയറി ആയിട്ട് ചോദിച്ചിട്ടുള്ളത് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താ ചോദിക്കാറുണ്ട്. ക്യാപിറ്റൽ ഗിയറിങ്, ക്യാപിറ്റൽ ബജറ്റിംഗ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി, സ്വെറ്റ് ഇക്വിറ്റി, റിട്ടേൺഡ് ഏർണിങ്സ്, ഇതൊക്കെ എന്താണെന്നൊന്ന് പഠിച്ചു വയ്ക്കാം 2 മാർക്സിന്. അപ്പോൾ പ്രോബ്ലമൊക്കെ വരുമ്പോൾ മേ ബി അത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, മാർക്ക് മൊത്തം അങ്ങ് പോവും. സോ അതുകൊണ്ട് 2 മാർക്സിൻ്റെ ആ ഒരു ഫസ്റ്റ് സെക്ഷൻ ഉണ്ടല്ലോ, നമുക്ക് 25 മാർക്ക് നേടാനുള്ള ആ ഫസ്റ്റ് സെക്ഷൻ, അത് കയ്യിൽ നിന്ന് പോകരുത്, കംപ്ലീറ്റ് അത് ആൻസർ ചെയ്തിരിക്കണം. സോ ഓക്കെ. അപ്പോൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ ഗിയറിങ്, ക്യാപിറ്റൽ ബജറ്റിംഗ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി, സ്വെറ്റ് ഇക്വിറ്റി, റിട്ടേൺഡ് ഏർണിങ്സ്. പിന്നെ അണ്ടർ ക്യാപിറ്റലൈസേഷൻ എന്താണ്, ഓവർ ക്യാപിറ്റലൈസേഷൻ എന്താണെന്ന് നോക്കുക. ഏർണിംഗ് പെർ ഷെയർ, ഏർണിംഗ് പെർ ഷെയർ EPS ചോദിക്കാറുണ്ട്. പിന്നെ ചോദിക്കുന്നത് പാരഗ്രാഫായിട്ട് എന്താണ് പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്ലഫിംഗ് ബാക്ക് ഓഫ് റീറ്റേൺഡ് ഏർണിങ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് ചോദിച്ചിട്ടുണ്ട്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന പ്രോബ്ലവും തിയറിയും. ലിവറേജ് എന്താണെന്ന് ചോദിക്കും. ലിവറേജ് ചോദിക്കാം, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് ചോദിക്കാം, ഫൈനാൻഷ്യൽ ലിവറേജ് ചോദിക്കാം, കോമ്പോസിറ്റ് ലിവറേജ് ചോദിക്കാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് തിയറി ആയിട്ട് ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് എന്തായാലും വരാറുണ്ട്. കൂടാതെ ഇതിൻ്റെ ഒരു പ്രോബ്ലം ചോദിക്കും. ഒന്നല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ലിവറേജോ, അല്ലെങ്കിൽ കോമ്പോസിറ്റ് ലിവറേജോ, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ഫൈനാൻഷ്യൽ ലിവറേജും കൂടി ചേർത്തിട്ടോ കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. സോ ലിവറേജിൻ്റെ പ്രോബ്ലം നിങ്ങൾ നന്നായിട്ട് പഠിച്ചു പോകണം. ഓക്കെ അല്ലേ? അപ്പോൾ ലിവറേജിൻ്റെ ഒരു 5 മാർക്സ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഷുവറായിട്ടും വരും. അത് കോമ്പോസിറ്റ് ആയിരിക്കാം, ഓപ്പറേറ്റിംഗ് ആയിരിക്കാം, ഫൈനാൻഷ്യൽ ആയിരിക്കാം, എന്തായാലും വരും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചോളൂ. പിന്നെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ, പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. ക്യാപിറ്റൽ ബജറ്റിംഗ് എന്താണ്, ക്യാപിറ്റൽ ബജറ്റിങ്ങിൻ്റെ പ്രോസസ്സ്, സ്റ്റെപ്സ് ഇൻ ക്യാപിറ്റൽ ബജറ്റിംഗ് പ്രോസസ്സ്. പിന്നെ ചോദിക്കുന്നത് ഈ പ്രിപ്പറേഷൻ റിലേറ്റിംഗ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, ആ രീതിയിൽ ക്വസ്റ്റ്യൻ. കോസ്റ്റ് ഓഫ് റീറ്റേൺഡ് ഏർണിങ്സ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ്, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് റീറ്റേൺഡ് ഏർണിങ്സ്. അപ്പോൾ അത് ചോദിക്കാറുണ്ട്. എല്ലാം സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കാറുള്ളൂ. അപ്പോൾ അത് പഠിച്ചിട്ട് പോകണം. പിന്നീട് പഠിക്കാനുള്ളത് പ്രോബ്ലംസ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പ്രാവശ്യം എസ്സേ ചോദിച്ചിട്ടുണ്ട്.
പിന്നെ ചോദിക്കുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്നും പ്രിൻസിപ്പൽ ഡിറ്റർമിനൻസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ്, പ്രിൻസിപ്പൽ ഡിറ്റർമിനൻസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ എസ്സേ ആയിട്ട് ചോദിക്കുന്നുണ്ട്. പിന്നെ EPSുമായിട്ട് ബന്ധപ്പെട്ട ഒരു എസ്സേ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യരുത്. 2 മാർക്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്സ് കംപ്ലീറ്റ് നമ്മൾ എടുത്തിരിക്കണേ. ദെൻ മൊഡ്യൂൾ 3 ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്താണ്, ജസ്റ്റ് ഒന്ന് പഠിച്ചു നോക്കോളൂ. എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഓരോ ഡിസിഷൻ എന്താണെന്ന് പഠിച്ചു പോവുക കേട്ടോ. ദെൻ പേ ബാക്ക് ചോദിക്കും, അത് തിയറിയും ചോദിക്കും. പേ ബാക്കിൻ്റെ ഒരു പ്രോബ്ലം ഉറപ്പാണ്. പേ ബാക്ക് എല്ലാ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന പേ ബാക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്യാനുണ്ട്. അപ്പോൾ അത് നിർബന്ധമായിട്ടും പഠിക്കുക. പേ ബാക്ക് എന്താണെന്ന് പഠിക്കുക. NPV, നെറ്റ് പ്രസൻറ്റ് വാല്യൂ, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്താണ്, ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ, ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ, അതിവിടെ എഴുതാൻ വിട്ടിട്ടുണ്ട്. ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ, ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ, ഈ സംഭവങ്ങളൊക്കെ എന്താണെന്ന് 2 മാർക്സിന് പഠിച്ചു വയ്ക്കണേ. അത് കൂടാതെ എന്ത് ചെയ്തിരിക്കണം, അത് കൂടാതെ ഇതിൻ്റെ പ്രോബ്ലം എന്തായാലും നമുക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും. അത് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. പേ ബാക്ക് കാണാനും NPV കാണാനും പ്രോഫിറ്റബിലിറ്റി, IRR, ARR, ഇത് എല്ലാം ആ പേ ബാക്ക് മാത്രമായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. ദെൻ ടൈം വാല്യൂ ഓഫ് മണി എന്താണെന്ന് പഠിക്കുക. ക്യാപിറ്റൽ റേഷനിങ് എന്താണ്, ക്യാപിറ്റൽ ഗിയറിങ് എന്താണെന്ന് പഠിക്കുക. ക്യാപിറ്റൽ റേഷനിങ്, ക്യാപിറ്റൽ ഗിയറിങ്, പേ ബാക്ക് പീരീഡ്, അതൊക്കെ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ മൊഡ്യൂൾ 3 പഠിക്കേണ്ടത്. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് നമുക്ക് മൊഡ്യൂൾ 4 വർക്കിംഗ് ക്യാപിറ്റൽ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്ന് പഠിക്കുക. വർക്കിംഗ് ക്യാപിറ്റലിനെ കുറിച്ച് 2 കോൺസെപ്റ്റ്സുകളുണ്ടല്ലോ, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. അതെന്താണെന്ന് പഠിക്കുക. ഒരു പ്രാവശ്യം അത് തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും പഠിച്ചിരിക്കണം. വർക്കിംഗ് ക്യാപിറ്റൽ പഠിച്ചിരിക്കണം. വർക്കിംഗ് ക്യാപിറ്റലിനെ കുറിച്ച് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്ന് പഠിക്കുക. ഓപ്പറേറ്റിംഗ് സൈക്കിൾ പഠിക്കുക. റീഓർഡർ ലെവൽ എന്താണ് പഠിക്കുക. ഫിഫോ എന്താണ്, ലിഫോ എന്താണ്, ABC അനാലിസിസ്, VD അനാലിസിസ്, ലോക്ക് ബോക്സ് സിസ്റ്റം, EOQ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, ഇതെല്ലാം എന്ത് ചെയ്യണം, ഷോർട്ടായിട്ട് പഠിക്കാം. പിന്നെ ഇതിൽ പ്രോബ്ലം വരുന്നത്, ഒരു പ്രോബ്ലം വരുന്നത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം എന്തായാലും വരാറുണ്ട്, അത് പഠിക്കണേ. പിന്നെ ഒരു പ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് റിസീവബിൾസ് ആണ്. തിയറി ആയിട്ട് നമുക്ക് പിന്നെ ചോദിക്കുന്നത് ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഡിഫറെൻറ്റ് സോഴ്സസും, പിന്നെ ചോദിക്കുക ആവറേജ് കളക്ഷൻ പീരീഡ്, അല്ലെങ്കിൽ ആവറേജ് കളക്ഷൻ പീരീഡ് മാത്രം ചോദിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം. പിന്നെ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയും ആവറേജ് കളക്ഷൻ പീരീഡും കൂടി കാണാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ അവിടെയുള്ള റേഷ്യോസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ അവിടുന്ന് നമുക്ക് നമ്മുടെ 5 മാർക്സിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ക്യാഷ് ബഡ്ജറ്റ് ഒരു പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, SC ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നോക്കുകയാണെങ്കിൽ പഠിക്കേണ്ടത്, പ്രോബ്ലം ആയിട്ട് പഠിക്കേണ്ടത് EOQ ചെയ്യാൻ പഠിക്കുക. EOQൻ്റെ കാൽക്കുലേഷൻ, പിന്നെ ആവറേജ് കളക്ഷൻ പീരീഡും ഡെപ്റ്റേഴ്സ് ടേൺ ഓവറും ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അങ്ങ് പഠിച്ചു വയ്ക്കുക. അത് എന്തായാലും പാരഗ്രാഫ് ക്വസ്റ്റ്യനിൽ അവിടുന്ന് ഒരു ഭാഗം വരും. ക്യാഷ് ബഡ്ജറ്റ് ഒരു പ്രാവശ്യം SC ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ തിയറി ആയിട്ട് കിട്ടാവുന്ന മാക്സിമം പഠിച്ചു വയ്ക്കുക. കാരണം പ്രോബ്ലം എവിടെയെങ്കിലും തെറ്റിപ്പോയാൽ മൊത്തം നമ്മൾ ഓവർ കോൺഫിഡൻസ് ആയിട്ട് ചിലപ്പം ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ, ചെയ്യേണ്ടെന്നല്ല, നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ പിന്നെ ഒന്നിച്ചങ്ങ് വെട്ടുപോകും. അപ്പോൾ അങ്ങനെ വെട്ടുപോവാതിരിക്കാൻ ചെയ്യുന്ന കാര്യങ്ങൾ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ചെയ്യണം കേട്ടോ. പിന്നെ അടുത്തത്, ഇപ്പോൾ ഇതിൽ നമ്മളിതെല്ലാം പറഞ്ഞു എന്ന് തോന്നുന്നു. ഇവിടെ ഇത് പറഞ്ഞു, ക്യാപിറ്റൽ സ്ട്രക്ചറും അതിൻ്റെ തിയറീസും ഒക്കെ പറഞ്ഞതാണല്ലോ അല്ലേ. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആട്ടോ, നല്ല ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും വരും. ഡിവിഡൻഡ് ഡിസിഷനിൽ ടൈപ്പ് ഓഫ് ഡിവിഡൻഡ് ഏതൊക്കെയോ ഉള്ള ഐറ്റംസ് എന്നുള്ളത് അത് മൊത്തം പഠിക്കുക. അതിലേതെങ്കിലും ഒന്ന് 2 മാർക്സിന് ചോദിക്കും. സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്താണ് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അധിക ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് കാണാം സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ. EPSനെ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും. റൈറ്റ് ഇഷ്യൂ എന്താണെന്നുള്ളത്, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ, സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി, പിന്നെ ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് പോളിസി, അതിനെക്കുറിച്ച് ഒരു പ്രാവശ്യം പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്.
പിന്നെ ഡിവിഡൻഡ് ഡിസിഷൻ തിയറീസ്, അത് നമ്മുടെ മോഡിഗ്ലാനിൻ്റെ ഒക്കെ അസംഷൻസ് ചോദിച്ചിട്ടുണ്ട്. സോ റിലവൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. നെറ്റ് ഓപ്പറേറ്റിംഗ് അപ്രോച്ച് മാത്രമായിട്ട് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. വാല്യൂ ഓഫ് റൈറ്റ് ഷെയർസിൻ്റെ റൈറ്റ് ഇഷ്യൂ ഉണ്ടല്ലോ, അതിൻ്റെ വാല്യൂ കാണാനായിട്ട് പ്രോബ്ലം തന്നിട്ടുണ്ട്. പിന്നെ ഡിവിഡൻഡ് എന്താണെന്നും ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിവിഡൻഡ് ഡിസിഷൻ തിയറിയാണ്. ഇത്രയാണ് നമ്മളുടെ ഓരോ മൊഡ്യൂൾ വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ്. മേ ബി എന്താ പറയുക, പ്രോബ്ലംസ് ഒന്നും അത്ര ടഫായിട്ടൊന്നും വരാറില്ല. എന്നാലും എന്താ പറയുക, നമുക്ക് ഈ ഉറപ്പായിട്ടും വരുന്ന ഒന്ന് ലീവറേജിൻ്റെ ഭാഗത്തു നിന്നാണ്. ഉറപ്പിച്ച് പറയാം, ഇത് വരും എന്ന് പറഞ്ഞാൽ വരും. ലീവറേജ് ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ എന്തായാലും അത് പഠിച്ചിരിക്കണം. കമ്പൈൻഡും കോമ്പോസിറ്റ് പഠിച്ചിരിക്കുക. അതാണ് ഫൈനാൻഷ്യൽ ആൻഡ് ഓപ്പറേറ്റിംഗ്. പിന്നെ പഠിക്കേണ്ടത് നമ്മുടെ ഇത് പേ ബാക്ക് പീരീഡുമായിട്ട് പേ ബാക്ക്, IRR അങ്ങനെയുള്ള ആ ഭാഗത്തുനിന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. പിന്നെ ഏർണിംഗ് പെർ ഷെയർ, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, കോസ്റ്റ് ഓഫ് റിട്ടേൺഡ് ഏർണിങ്സ്, അവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. EOQന്ന്. പിന്നെ ടേൺ ഓവർ റേഷ്യോസ്, അതിൽ ഒരു ക്വസ്റ്റ്യൻ. ഇതെല്ലാം എന്ത് ചെയ്തിരിക്കണം, ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഇതൊക്കെ പ്രോബ്ലംസിൽ എന്തായാലും വരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഉറപ്പുള്ള പ്രോബ്ലംസ് നിർബന്ധമായിട്ടും പഠിക്കുക. EPSൻ്റെ കാൽക്കുലേഷൻ എപ്പോഴും SE ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. സോ നന്നായിട്ടുള്ള ദിവസങ്ങളാക്കി കാണിക്കാതെ മണിക്കൂറുകളായി കാണിച്ചിട്ടും മിനിറ്റുകളായും കാണിച്ചിട്ടും മക്കൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഉള്ള സമയം മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ നോട്ട് കാര്യങ്ങൾ ഷോർട്ടായിട്ട് പഠിച്ച് നമ്മുടെ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യങ്ങൾ എഴുതുക കേട്ടോ. പരീക്ഷയ്ക്ക് നിറയെ വെട്ടും കുത്തും ഒന്നും ആയിട്ട് ചെയ്യാതെ അറിയുന്ന കാര്യങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആ കാര്യങ്ങൾ നമ്മൾ ആദ്യം പ്രസൻറ്റ് ചെയ്യുക. സോ നോക്കുന്ന ആൾക്കും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മൂഡ് വരും, നിങ്ങൾ നല്ല പഠിക്കുന്ന കുട്ടിയാണെന്ന്. അപ്പോൾ അങ്ങനെ ഒരു പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, നിങ്ങൾക്ക് അറിയുന്ന നല്ല ക്വസ്റ്റ്യൻസ്, ഏറ്റവും എളുപ്പമായിട്ടുള്ള, നിങ്ങൾക്ക് ശരിക്കും ഐഡിയ ഉള്ളതൊക്കെ ഫസ്റ്റ് എഴുതി അങ്ങനെ ഒരു പോസിറ്റീവ് ഇംപ്രഷൻ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ക്രിയേറ്റ് ചെയ്തിരിക്കണം. പിന്നെ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ വൃത്തിയായിട്ട് ഡിവൈഡ് ചെയ്ത് എഴുതുക. മെയിൻ ക്വസ്റ്റ്യൻ്റെ നമ്പർ മാത്രമേ മാർജിൻ്റെ പുറത്തിടാൻ പാടുള്ളൂ. അല്ലാതെ സബ് വരുന്ന പോയിൻറ്റ്സുകൾ, ഒരു കാര്യത്തിൽ സ്റ്റെപ്സോ പ്രോസസ്സോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമുക്കറിയാം അതിന് സബ് പോയിൻറ്റ്സ് ഉണ്ടെന്ന്. അതൊന്നും കൊണ്ടുപോയിട്ട് മാർജിനിലെ മെയിൻ നമ്പറിൻ്റെ കൂടെ ഇടരുത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ പ്രസൻറ്റേഷനാണ് നമ്മളെ അളക്കുന്നത് അല്ലേ. നിങ്ങൾ എത്ര പഠിച്ചു, നിങ്ങൾക്ക് എത്രത്തോളം കാര്യങ്ങൾ അറിയാം എന്നുള്ളത് ഡിപ്പെൻഡ്സ് ഓൺ യുവർ പ്രസൻറ്റേഷൻ. സോ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. നന്നായിട്ട് എക്സാമൊക്കെ എഴുതി നല്ല മാർക്ക് സ്കോർ ചെയ്യട്ടെ. താങ്ക് യു.